ഹലോ ഗൈസ്, NH47 വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കൊല്ലം തങ്കശ്ശേരിയിലുള്ള ഒരു ലൈറ്റ് ഹൗസിലേക്കാണ്. വളരെ പുരാതനമായ ഒരു ലൈറ്റ് ഹൗസാണ് കൊല്ലം തങ്കശ്ശേരിയിലുള്ള. അപ്പോൾ ആ ലൈറ്റ് ഹൗസിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വഴി ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഇവിടെ വണ്ടി നിർത്തിയത്. അതിനുശേഷം നമ്മൾ അങ്ങോട്ട് പോകാനുള്ള വഴി കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങോട്ട് യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കൊല്ലം തങ്കശ്ശേരിയിലോട്ടുള്ള ലൈറ്റ് ഹൗസിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് ദൂരമുണ്ട് ആ തങ്കശ്ശേരി നമ്മൾ ചോദിച്ച സ്ഥലത്ത് നിന്നും ഏതാണ്ട് ഒരു 1.5-2. ഗൈസ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും. കാറായാലും ബൈക്കായാലും നമുക്ക് പാർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കയറുന്നതിനുള്ള ചാർജസുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് എത്ര, വലിയവർക്ക് എത്ര, ഫോറിനേഴ്സ് എത്ര. അതുപോലെ തന്നെ വളരെ മനോഹരമായൊരു വ്യൂ ആയിരുന്നു. ഈവനിങ് ടൈമായിരുന്നു, നല്ലൊരു വ്യൂ ആയിരുന്നു കാണാൻ സാധിച്ചത്. ഇനിയിപ്പം വെളിയിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൈസ് നമുക്ക് അറിയാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ നമ്മൾ വണ്ടി വെച്ചതിന് ശേഷം കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ കുറേ ആൾക്കാർ നിന്നു. അവിടെ ഗേറ്റ് ക്ലോസ് ആയിരുന്നു. നമ്മളവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കോവിഡിന് ശേഷം ഇത് ഓപ്പൺ ആയിട്ടില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. പക്ഷേ നമ്മുടെ ഈ കൊല്ലത്തുള്ള ഈ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസാണ്. 135 അടിയാണ്, ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1902 ഇതിവിടെ കൊല്ലത്ത് സ്ഥാപിക്കുന്നത്. ആദ്യമായിട്ട് ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓയിൽ ലാമ്പായിരുന്നു. അതിനുശേഷം പിന്നീടാണ് നമുക്ക് ഈ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലോട്ട് ഇത് കൺവേർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലൈറ്റ് 48 കിലോമീറ്റേഴ്സ് വരെ ദൂരത്തിൽ കാണാൻ സാധിക്കും, വിസിബിളായിരിക്കും എന്നും നമുക്ക് ഇൻഫർമേഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 6 ഡിഫറെൻറ്റ് ഇയേഴ്സിലായിട്ട് ഇതിൻ്റെ റിനോവേഷൻ നടന്നിരുന്നു. ഏറ്റവും ലാസ്റ്റ് 2016 ഗൈസ് ഇതിനകത്ത് ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത്. അതിന് മുമ്പ് വരെ നമുക്ക് നടന്ന് കയറാനുള്ള വഴിയായിരുന്നു. ഗൈസ്, അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് വേറെ ഇൻഫർമേഷൻ കിട്ടിയത്. നമുക്ക് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ പുലിമുട്ട് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അവിടെ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് മുമ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള വേ അല്ലത്, അത് പ്രോപ്പറായിട്ടുള്ള വേ അവരെ പണിയുന്നതേ ഉള്ളൂ. അത് കാരണം നമുക്കൊരു ചെറിയ ഷോർട്ട് കട്ട് കയറേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് അങ്ങോട്ട് വളരെ വ്യൂ. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് ഇതിലേ കൂടെ ഇറങ്ങി നമുക്ക് കുറച്ച് റൈറ്റ് കട്ട് ചെയ്ത് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പുലിമുട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ കിട്ടും. അപ്പോൾ ഈ പുലിമുട്ട് എന്ന് പറയുന്നത് ഈ കടലിന് കുറുകെയായിട്ട് ഇട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമുക്ക് ഫിഷർ ബോട്ടും കാര്യങ്ങളും ഒന്നും ഡാമേജ് ആവാതെ ഒരുപാട് തിരകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റായിട്ട് ഇട്ട് കൊടുത്ത സംഭവമാണ്. അപ്പോൾ ഈ പുലിമുട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആ കാണുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മനോഹരമായ ഒരു വ്യൂ ആണ്. അത്യാവശ്യം തിരയോ കാര്യങ്ങളൊന്നുമില്ല, നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു കടലും. അതായത് കണ്ടു കഴിഞ്ഞാൽ കടലാന്ന് പറയത്തില്ല, കായൽ എന്നേ നമുക്ക് തോന്നത്തുള്ളൂ. അതിനകത്തുള്ളൊരു വ്യൂ ആയിരുന്നു. അത്യാവശ്യം കാറ്റും ഉണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയറായിരുന്നു. വലിയ റഷോ കാര്യങ്ങളൊന്നുമില്ല. ഒരു അധികം ആളുകൾക്കും ഈ ഒരു സ്ഥലം അറിയത്തില്ല. വൈകുന്നേരം ഫാമിലിയായിട്ടൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അപൂർവമായിട്ടും കൊണ്ട് വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പീസ്ഫുൾ സൈറ്റായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ റിലാക്സ് ചെയ്തു. അതിനുശേഷം ഇതിപ്പോൾ ഈ കിടക്കുന്നതൊക്കെ ഫിഷർമാൻസിൻ്റെ ബോട്ടുകളായിരുന്നു. അപ്പോൾ അവർ ഇത് ഒതുക്കിയതിന് ശേഷം ഇവിടെ നിന്നായിരുന്നു ഇറങ്ങി പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ നല്ലൊരു സ്ഥലമാണ്. പിന്നെ അതിനുശേഷം നമുക്ക് ഇവിടുന്ന് റൈറ്റ് കയറി കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ഈ പുലിമുട്ടിൽ പോകുന്നുണ്ട്. അത് നല്ലൊരു വ്യൂ ആണ്. അതിൽ കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നു വന്നപ്പോൾ ഇവിടെ കാണുന്നതാണ് നമ്മുടെ ആ ഒരു പാർക്ക് എന്ന് പറയുന്ന സംഭവം കിട്ടുന്നത്. അപ്പം ഇവിടുത്തെ ഇത് പണി നടക്കുന്ന കാരണം മെയിൻ എൻട്രൻസ് ക്ലോസ് ആണ്. അപ്പം നമ്മൾ ചെറിയൊരു റിസ്ക്കിലാണ് ഇങ്ങോട്ട് വന്നത്. വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടോ തിരക്കിയപ്പോൾ അവർ നാട്ടുകാരോട് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളവിടെ പോയി വേറെ അലമ്പോ കാര്യങ്ങളൊന്നും കാണിക്കാതിരുന്നാൽ മതി, സൈലൻ്റായിട്ട് പോയി നിന്ന് സൈറ്റ് വ്യൂ ചെയ്തിട്ട് തിരിച്ചു വരിക. അങ്ങനെ നമ്മൾ അവരുടെ നിർദ്ദേശപ്രകാരം അതുവഴി ഇറങ്ങിയതാണ്. അപ്പോൾ വന്നപ്പോൾ ഒരുപാട് ഫാമിലീസൊക്കെ കണ്ടായിരുന്നു. അവർ അവിടെ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പുലിമുട്ട് എന്ന് പറയുന്നത്. ഏകദേശം 850 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ നിന്നും ഏകദേശം 850 മീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. പിന്നെ വൺ സൈഡ് ഫുള്ള് നമുക്ക് പാറകളാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈവനിങ് ടൈമിലൊക്കെ വരികയെന്നുണ്ടെങ്കിൽ നല്ലൊരു സൺസെറ്റ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. ഞാൻ ഏകദേശം ഉച്ചയൊക്കെ ആയി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വിസിറ്റേഴ്സ് ഒരുപാട് വരാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പാറകളിലും മറ്റും നല്ല പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് നല്ലൊരു
ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആണ്. നമുക്ക് പല തരത്തിലുള്ള പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ചൂണ്ടയിടുന്ന ആൾക്കാരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഒരുപാട് ആൾക്കാർ കടലിൽ ചൂണ്ടയിടാനായിട്ട് നമുക്ക് ഈ നാടൻ ചൂണ്ടകളും മറ്റുമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരുപാട് ചേട്ടന്മാരെ ഞാൻ കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഒരു ബോട്ട് ഞായറാഴ്ച ആയതുകൊണ്ട് അവർക്ക് ടൈം പാസിങ്ങിനായിട്ട് അവർ ഇറങ്ങിയതാണ്. അപ്പം അത് കുറച്ച് നേരം മീൻ പിടിക്കുന്നതൊക്കെ കാഴ്ചകൾ കണ്ടു. അവർ എന്തൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും ഒരു മെയിനായിട്ട് കൊഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത്. കൊഞ്ച് 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് കൊഞ്ച് വാങ്ങിച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കണം. അവർക്കിപ്പോൾ തൽക്കാലം ഏകദേശം 1 കിലോ അടുപ്പിച്ചുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ തന്നെ അവർക്ക് അടുത്തായിട്ടൊരു മീൻ അടിച്ചു വീണത്. അപ്പം ഒരു അരമണിക്കൂർ സമയം എടുത്തു അത് പിടിക്കാനായിട്ട്. അപ്പം അത് ഞാൻ എടുത്ത് നോക്കി ഏത് മീനാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പേര് പറഞ്ഞിട്ട് അത് വിട്ടുപോയി. ഇതാണ് ആ മീനെന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഗിൽറ്ററിങ് ആയിട്ടുള്ള നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെയും ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് പോകാൻ നടക്കാൻ തുടങ്ങി. എനിക്കറിയത്തില്ല, ആദ്യമേ 850 മീറ്റർ ആയിരിക്കും ഈ ഒരു പുലിമുട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. പിന്നീട് പതുക്കെ നടന്നു തുടങ്ങി. അവിടെയായിട്ട് നമുക്ക് ദൂരെയായിട്ട് നമുക്ക് കപ്പൽ കാണാൻ സാധിക്കും. കൊല്ലം പോർട്ട് എന്നാണ് അത് പറയുന്നത്, അറിയാൻ സാധിച്ചത്. പക്ഷേ ഒരുപാട് കപ്പലോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസും ഈ ഒരു ഏരിയയിലൊക്കെയാണ് വരുന്നത്. അപ്പം അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു നമുക്ക് നടന്നു വരാനായിട്ട്. ഏകദേശം എല്ലാ വീഡിയോയും കാണിച്ചിട്ടില്ല, കാര്യം കുറച്ചൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൊല്ലം ബീച്ചാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു സ്പേസ് ഉണ്ട് നമുക്ക് നടന്ന് കയറാനായിട്ട്. അപ്പം കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ തന്നെ പാറകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കറക്റ്റ് ഒരു ട്രയാങ്കിൾ ടൈപ്പിലുള്ള ഒരു സാധനം, ഇതിനാണ് ഈ പുലിമുട്ടെന്ന് പറയുന്നത്. പാറകളുടെ ഉപയോഗം കുറച്ചിട്ട് പിന്നെ ഇത് ശക്തമായ തിരകൾ അടിക്കുന്നതുകൊണ്ടായിരിക്കണം പിന്നെ നമുക്ക് ഈ പാറകൾ കുറച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പുലിമുട്ട് പോലുള്ള ഈ സാധനം ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അതുതന്നെ വൺ സൈഡ് മാത്രമേ ഉള്ളൂ ഈ ഹൈറ്റ്. ഇപ്പുറത്തെ സൈഡിൽ പാറകളുടെ ജസ്റ്റ് സപ്പോർട്ടിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ സൈഡിലെന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായ ഒരു ഏരിയയാണ്. കായലും കുളവും ഒക്കെ കിടക്കത്തില്ല, അതുപോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ ഒരുപാട് ഫിഷർമാൻസിൻ്റെ ഈ മത്സ്യബന്ധന ബോട്ടുകൾ ഇവിടെ ഒരുപാട് നമുക്ക് കൊണ്ടിട്ടേക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ നല്ല വെയിലും ഇവിടെ ഉണ്ട്. നമ്മൾ കുടയോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയിൽ കൊണ്ടുവന്നു. പിന്നെ ഒരുപാട് ചെറിയ ആര് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെടികൾ ഈ പാറയുടെ ഇടയിൽ കൂടെയൊക്കെ നടക്കും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ശംഖുകൾ, ഞണ്ട്, ചെറിയ മീനുകളൊക്കെ നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. പിന്നെ വളരെ റിസ്ക്കുള്ള സംഭവമാണ് ഇതിൻ്റെ മുകളിൽ കയറുന്നത്, അതുകൊണ്ട് നമ്മൾ അത് ചെയ്തില്ല. അപ്പോൾ അതൊക്കെ നടന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടെന്നുള്ളതല്ല. പോകുന്ന വഴിക്ക് തന്നെ രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് ആൾക്കാരിന്ന് ചൂണ്ടയിടുകയും ടൈം പാസിന് വന്നിരിക്കുകയും കപ്പിൾസ് വരികയൊക്കെ. നമ്മൾ വിചാരിച്ച ആദ്യം നമ്മൾ മാത്രമേ ഉണ്ടായിരിക്കും, കുറച്ച് പേടി ഉണ്ടായിരുന്നു ഇറങ്ങാനായിട്ട്. പക്ഷേ നല്ലൊരു വ്യൂ ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ കുറച്ച് ഫിഷർമാൻസിൻ്റെ ബോട്ടുകൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഓർക്കിഡ് ഹോട്ടലാണ്, കൊല്ലത്തുള്ള ഓർക്കിഡ് ഹോട്ടലാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കപ്പൽ കിടക്കുന്നത്. എൻ്റെ കപ്പലിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. കൊല്ലം പോർട്ട് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഒരുപാട് വാണിജ്യ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന ഒരു തുറമുഖമായിരുന്നു നമ്മുടെ കൊല്ലത്തിൻ്റെ. പക്ഷേ ഇപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനുശേഷം നമ്മൾ നടന്നു ഏറ്റവും അവസാനം 850 മീറ്റർ ഫിനിഷ് ചെയ്ത് നമ്മൾ നമ്മുടെ പുലിമുട്ടിൻ്റെ ലാസ്റ്റ് എൻഡിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ എൻഡിലെന്ന് പറയുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. എല്ലാ ബോട്ടുകളും കടലിലോട്ട് പോവുകയാണ്. നമ്മൾ മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്ന ബോട്ടുകളാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസ്. കാര്യം ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്ന ലൈറ്റ് ഹൗസ് ക്ലോസ് ആയിരുന്നു, അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് നല്ലൊരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോസ് വലിയ മെയിനായിട്ടുള്ള കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്ന സ്ഥലത്ത് ചെറിയൊരു പ്രശ്നം കാരണമാണ് നമ്മളതിനെ ഇതിൽ ഷൂട്ട് ചെയ്തത്. അപ്പോൾ പുലിമുട്ടിനെ പറ്റി അറിയാത്തവർക്ക് വന്ന് കാണാനുള്ള ചെറിയൊരു അവസരം ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ പിന്നീട് ചെയ്തത്. അപ്പം ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.